إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മെ ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മലിക്കുൽ ജബ്ബാറായ അർഹമുർ റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി മനസ്സറിഞ്ഞ് സൂക്ഷിച്ചു പാലിച്ചു ജീവിക്കുവാൻ ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിനനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പൊതുവെ മനുഷ്യരായ നമുക്കിടയിൽ എന്തൊരു വിഷയം ചർച്ചക്കെടുത്താലും ആ വിഷയത്തിൽ പലരും പല അഭിപ്രായക്കാരായിരിക്കും, പല ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവരായിരിക്കും. എന്നാൽ ലോകത്തെവിടെയുമുള്ള ഏതൊരു തരത്തിലുമുള്ള മനുഷ്യർക്കിടയിലും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത, എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ഒന്നാണ് എന്ത്? മൗത്തുൽ ഇൻസാൻ, മനുഷ്യരായ നമ്മുടെയൊക്കെ മരണം എന്നുള്ളത്. ഈ ലോകത്ത് പിറന്നു വീണ ഏതൊരു ജീവനും, വിശിഷ്യ ഏതൊരു മനുഷ്യനും ഒരു നാൾ അവൻ മടങ്ങേണ്ടവനാണ്, അവൻ മരിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ലോകത്തെവിടെയുമുള്ള ഒരു തരത്തിലുമുള്ള മനുഷ്യർക്കിടയിലും എന്തില്ല? അഭിപ്രായ വ്യത്യാസമില്ല. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനാകട്ടെ, ഏത് ആദർശവുമായി ജീവിക്കുന്നവനാകട്ടെ, അല്ലെങ്കിൽ ഇനി ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവനാകട്ടെ, ഏത് മനുഷ്യനാണെങ്കിലും ഒരു നാൾ ഈ ലോകത്ത് നിന്ന് വിട പറയും, മരിക്കും എന്ന വിഷയത്തിൽ എന്തില്ല? മനുഷ്യർക്കിടയിൽ രണ്ടഭിപ്രായമില്ല.
സഹോദരന്മാരെ, ഈ ഒരു യാഥാർത്ഥ്യം മനുഷ്യരായ നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബ് നമ്മെ ബോധ്യപ്പെടുത്തിയ കാര്യവും തന്നെയാണ്. അല്ലാഹു പറഞ്ഞില്ലേ, എന്ത്? കുല്ലു നഫ്സിൻ, എല്ലാ നഫ്സും, എല്ലാ മനുഷ്യനും, എല്ലാ ആത്മാവും മൗത്തിന്റെ ദായിക്കത്ത്. എന്താ ദായിക്കത്ത് പറഞ്ഞ? ടേസ്റ്റ് എന്നാണ് അർത്ഥം, രുചി. മരണത്തിന്റെ രുചി എന്താണോ, മരണത്തിന്റെ അനുഭവം എന്താണോ, മരണത്തിന്റെ ടേസ്റ്റ് എന്താണോ, എല്ലാ മനുഷ്യനും അറിയുക തന്നെ ചെയ്യും എന്നത് അള്ളാഹു വളരെ കൃത്യമായി നമുക്ക് മുന്നറിയിപ്പ് നൽകിയ വിഷയം തന്നെയാണ്. സത്യത്തിൽ നമുക്ക് ആർക്കും പെട്ടെന്നൊന്നും ഭൂമുഖത്ത് നിന്ന് മരണപ്പെട്ടു പോകാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഈ വലിയ ഒച്ചയിൽ പ്രസംഗിക്കുന്ന ഞാനാകട്ടെ, നമ്മളിൽ ഓരോരുത്തരുമാകട്ടെ, എത്ര കാലം ദുനിയാവിലെ മക്കളോടൊത്ത്, സ്നേഹനിധികളായ മാതാപിതാക്കളോടൊത്ത്, ഇണതുണകളോടൊത്ത്, കൂട്ടുകാരോടൊത്ത് എത്ര കാലം കഴിയാൻ കഴിയോ അത്രയും കാലം കഴിയണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് നമ്മൾ. ഒരുപാട് കാലം കഴിയണം, പോരാ പോരാ, എന്നെന്നും കഴിയാൻ പറ്റുമെങ്കിൽ എന്നെന്നും കഴിയണമെന്ന് ആഗ്രഹവും താല്പര്യവും ഇച്ഛയും ഒക്കെ ഉള്ളവർ തന്നെയാണ് നമ്മൾ. പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അത്തരത്തിലുള്ള ആഗ്രഹം ഭൂമുഖത്ത് സാധ്യമായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ആലോചിക്കും, 100 വയസ്സിന് മുകളിൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലേ? ആരെങ്കിലും നമ്മുടെ നാട്ടിൽ ജീവിച്ചിട്ടുണ്ടോ? വളരെ വിരളമായേക്കാം. അല്ലേ? 100 വർഷം മുമ്പ് ജീവിച്ച്, 100 വർഷം മുമ്പ് ജനിച്ച് ജീവിച്ചു ആ മനുഷ്യന്മാർക്ക് ഇന്ന് എവിടെ? എന്തൊക്കെയാണ് അവർ ഭൂമിയിൽ ഉണ്ടാക്കി കൂട്ടിയത്? ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയില്ലേ? ഒരുപാട് മണിമാളികകൾ കെട്ടിയുണ്ടാക്കിയില്ലേ? നോക്കത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന പറമ്പുകളിലേക്ക്, ഏക്കർ കണക്കിന് എസ്റ്റേറ്റുകളിലേക്ക് തന്റെ വിരൽ ചൂണ്ടി, അതാ ആ കാണുന്നത് മുഴുവനും പോരാ, അതിനപ്പുറത്തുള്ളതും ഇന്ത്യയാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റെ കഴിവ് കൊണ്ട് ഞാൻ സമ്പാദിച്ചതാണ് എന്നൊക്കെ അഹങ്കാരത്തോടെ, ധാർഷ്ട്യത്തോടെ പറഞ്ഞു നടന്നിരുന്ന ആളുകൾ അല്ലേ? എവിടെ അവരൊക്കെന്ന്? ഞാൻ ചോദിക്കേണ്ടത്, അവരൊക്കെന്ന് എവിടെ? അല്ലാത്ത ചോദ്യം പഠിച്ചോ? നിങ്ങൾ നോക്കിയ മനുഷ്യന്മാരെ, ഇന്നലകളിൽ ജീവിച്ചിരുന്ന ആരെങ്കിലും ഇന്നുണ്ടോ? നോക്ക പറയണല്ലോ. എത്ര തോട്ടങ്ങളാണ്, എസ്റ്റേറ്റുകളാണ് ഈ ഭൂമുഖത്ത് അവർ വിട്ടേച്ചു പോയത്. ആരിൽ എന്തേലും കൊണ്ടുപോയോ? ഒന്നും കൊണ്ടുപോയില്ല. അമ്പരചുംബികളായ വലിയ വലിയ സൗധങ്ങൾ കെട്ടിപ്പടുത്ത മനുഷ്യന്മാർ, ഒരുപാട് രാജ്യങ്ങളുടെ, ഒരുപാട് സംഘടനകളുടെ ചെയർമാൻമാരായി, അധിപന്മാരായി, പ്രസിഡന്റുമാരായി, പ്രധാനമന്ത്രിമാരായി, എല്ലാമായി വിരാജിച്ചിരുന്ന മനുഷ്യന്മാർ, എല്ലാം ഉണ്ടായിരുന്നവർക്കൊക്കെ വലിയ സ്വാധീനം, സമ്പത്ത് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു അവർക്കൊക്കെ നിശ്ചയിച്ച സമയം എത്തിയപ്പോ അതൊക്കെ ഉപേക്ഷിച്ചവര് പോയി. അവരൊന്നും കൊണ്ടുപോയിട്ടില്ല. അള്ളാഹ് അവരെ കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ. അവരാരും ചില്ലറക്കാരായിരുന്നില്ല. അവരിവിടെ സുഖസുഷുപ്തിയിൽ ആറാടി ജീവിച്ചിരുന്ന മനുഷ്യന്മാരായിരുന്നു എന്ന്. എല്ലാം അനുഭവിച്ച് ഇതന്നെയാണ് ജീവിതം, ഇതന്നെയാണ് ശാശ്വതമായ ലോകം എന്ന് വിചാരിച്ച് നടന്നവരായിരുന്നവര്. അവരൊക്കെ പോയി. അള്ളാഹ് പറയാ ശേഷം, അവരിൽ ഒരാളുടെയും വിയോഗം കൊണ്ട്, അവരിൽ ഒരാളുടെയും മരണം കൊണ്ട് ആകാശമോ ഭൂമിയോ മണ്ണോ വിണ്ണോ
ഒരിറ്റ് കണ്ണുനീർ പോലും പൊടിച്ചില്ല. പോയവർ പോയി. ഒന്നാക്കാനുമുള്ളരീൻ, അവർക്ക് ആർക്കും ഒരു സെക്കൻഡ് പോലും സമയം അള്ളാഹ് നീട്ടിക്കൊടുത്തതുമില്ല. ദുനിയാവിൽ എന്തില്ല? ആർക്കും ശാശ്വതത്വമല്ല. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി അള്ളാഹു ആർക്കെങ്കിലും ദുനിയാവിൽ അങ്ങനെ ഒരു അവസരം, എന്നെന്നും ജീവിക്കാനുള്ള അവസരം നൽകുമായിരുന്നെങ്കിൽ അതിന് ഏറ്റവും അർഹൻ ആരായിത്തീർന്നേനെ? ഹബീബുന വ ശഫീഉന മുഹമ്മദുൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. കിട്ടിയോ? റസൂലുള്ളാഹിക്ക് പോലും കിട്ടിയില്ല ആ ഹുൽദ്, ആ ശാശ്വതത്വം, ദവാമ് കിട്ടിയില്ല. വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ദുനിയാവിൽ ആർക്കെങ്കിലും ദവാം അല്ലാഹു നൽകണമായിരുന്നെങ്കിൽ അതിന് ഏറ്റവും അർഹൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ കിട്ടിയോ? കിട്ടിയില്ല. പ്രവാചകനും അറിഞ്ഞിട്ടുണ്ട് എന്ത് ഈ ദാഇഖത്തുൽ മൗത്ത് എന്താണ് എന്ന്. മരണത്തിന്റെ ടേസ്റ്റ് നേരത്തെ പറഞ്ഞില്ലേ, മരണത്തിന്റെ ആ രുചി എന്താണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞത്. അല്ലേ, നമുക്കറിയാം ചരിത്രം. റസൂലുള്ളാഹിന്റെ അന്ത്യനിമിഷം വഫാത്താകുന്ന സന്ദർഭം അല്ലേ, നമ്മുടെ ഉമ്മ പ്രവാചകന്റെ പ്രിയപത്നി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തന്റെ തല ചായ്ച്ച് കിടന്ന റസൂലുള്ള അന്ത്യശ്വാസം വലിച്ചുകൊണ്ട് പറയുന്ന വാചകമുണ്ട്. എന്താണത്? യാ ആയിഷ, യാ ആയിഷ ഇന്ന ലിൽ മൗതി സഖറാത്ത്. ആയിഷ, മരണത്തിന് വല്ലാത്ത അനുഭവമാണ് കേട്ടോ മരണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ലോകത്ത് ഏറ്റവും ലഘ്യനായി, ഏറ്റവും മൃദുലമായി, ഏറ്റവും എളുപ്പത്തിൽ റൂഹ് പിടിക്കപ്പെട്ട ആ ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പോലും ആ സന്ദർഭത്തെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ സക്കറാത്ത്, നമ്മളുടെയൊക്കെ മരണത്തിന്റെ രംഗം അത് എങ്ങനെയായിരിക്കും? അള്ളാഹു എല്ലാം എളുപ്പമാക്കി തീർക്കുമാറാകട്ടെ. മരണം സുനിശ്ചിതമാണ്. ഇനിയിപ്പോ മരിച്ചതിന് ശേഷം എന്താ? മരിച്ചതിന് ശേഷം ഒന്നുമില്ല എന്നായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും പല തിരക്കുകളും പല കച്ചവടങ്ങളും പല ഇടപാടുകളും മാറ്റിവെച്ച് ഇന്നിപ്പോ ഈ സമയം ഇവിടെ വന്നിരിക്കോ? ഇല്ല. നമുക്ക് ഉറപ്പുണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനും നിങ്ങൾ വൃത്തിയായി ഇവിടെ വന്ന് സാഹൂതം ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, എന്നെന്നുമുള്ള ജീവിതം അല്ലേ? അതാണ് യഥാർത്ഥ ജീവിതം. ഈ ലോകത്തെ ഈ ജീവിതത്തിലെ കർമ്മഫലങ്ങൾ എന്നെന്നും അനുഭവിക്കേണ്ടുന്ന ജീവിതം, അത് മരണത്തോടു കൂടി ആരംഭിക്കുകയാണ്. ആ ഒരു ബോധം മറന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, ആ ഒരു ബോധം മറന്ന് ജീവിക്കുന്ന മനുഷ്യന്മാർ. ദുനിയാവ് നൈമിഷികമാണ്, ഏത് സമയവും ഇത് അവസാനിക്കും. പിന്നെയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. അവിടെ രക്ഷാശിക്ഷകളുണ്ട് എന്ന അറിവുണ്ടായിട്ടും അതേക്കുറിച്ച് ബോധമില്ലാതെ, ചിന്തയില്ലാതെ അതിനെ വിസ്മരിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യന്മാർ കൂട്ടരെ, അത്തരത്തിലുള്ള മനുഷ്യന്മാർ രണ്ടാമതൊരു അവസരത്തിനു കൂടി അള്ളാഹുവിനോട് 4 തവണ യാചിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. ആര്? ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ തോന്നിയതുപോലെ ജീവിച്ച് പിന്നീട് റബ്ബേ ഇങ്ങനെയായിരുന്നില്ല ഞാൻ ജീവിക്കേണ്ടത് എന്ന് ബോധ്യം വന്ന് രണ്ടാമതൊരു ജീവിതത്തിനു കൂടി 4 തവണ അത്തരത്തിലുള്ള മനുഷ്യന്മാർ അള്ളാഹുവിനോട് യാചിക്കുമത്രേ. ഒന്നാമത്തെ സന്ദർഭം ഏതാണെന്നറിയോ? മരണം മുമ്പിൽ വരുമ്പോ ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്. അത്തരത്തിലുള്ള മനുഷ്യന്മാർ
ഒരു ഹലാലും ഹറാമും നോക്കാതെ, ഒരു ഹക്കും ബാത്തിലും നോക്കാതെ, ഒരു നേരും നെറിയും നോക്കാതെ തോന്നിയതുപോലെ സമ്പാദിക്കുന്ന, തോന്നിയതുപോലെ ചെലവഴിക്കുന്ന, തോന്നിയതുപോലെ ജീവിക്കുന്ന മനുഷ്യന്മാർ, ജീവിതത്തിന്റെ ശാശ്വതമായ ലക്ഷ്യം വിസ്മരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരും മരണം മുന്നിൽ വരുമ്പോഴാണ് അത്രേ കണ്ണു തുറക്കുക. ആ മരണം മുന്നിൽ വരുമ്പോ അവർ കണ്ണു തുറന്ന് പറയുമത്രേ, എന്ത്? ജീവൻ പടച്ചോനെ ഇപ്പൊ ചിന്നെ പിടിക്കല്ലേ റബ്ബേ, ഒരവസരം കൂടി നീ താ, ഇപ്പൊ നീ പിടിക്കല്ലേ. എന്തേ? ഞാൻ ചെയ്യാതെ ഉപേക്ഷിച്ചു പോയ ഒരുപാട് അമലുകളുണ്ട് പടച്ചോനെ, ഞാനത് ചെയ്തോളാം, ഒരവസരം കൂടി റബ്ബേ നീ താ. അല്ലേ? അല്ലാഹ് എന്താ പറയുന്നത്? കല്ല, ഇല്ല കേട്ടോ, ഇല്ല, ഇങ്ങനൊരവസരം ഇല്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, നിങ്ങളുടെ ആ ഈ വർത്തമാനമുണ്ടല്ലോ, ഒരവസരത്തിന് കൂടി യാചിക്കുന്ന ഈ തേട്ടം, അത് വെറും വാക്കാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ഇനി നിങ്ങൾക്ക് ചെന്ന് ചേരാനുള്ളത് ആരാരും കൂട്ടിനില്ലാത്ത ഏകരായി കഴിയേണ്ടുന്ന, ഏകരായി ഒറ്റക്ക് ചരിച്ചു കിടത്തപ്പെടുന്ന ആ ആരുടെ മണ്ണിൻ ചുവട്ടിലേക്കാണ്. അവിടെയാണ് നിനക്ക് ജീവിതമുള്ളത്. ആ മനുഷ്യന്മാർ അങ്ങനെ അങ്ങോട്ട് മരിപ്പിക്കപ്പെടും. പടച്ചവനോട് ചോദിച്ചു നോക്കും, പടച്ചവനെ ഇപ്പൊ പിടിക്കല്ലേ, കുറച്ചു കാലം കൂടി ജീവിക്കാൻ അവസരത. എന്തിനാ? മകളെ കെട്ടിക്കാനുണ്ട് എന്നല്ല പറയുന്നത്, ചെയ്യാത്ത അമലൊക്കെ ഞാൻ ചെയ്ത് നിന്നെ സംതൃപ്തിപ്പെടുത്തിക്കോളാം. അവസരം കൊടുക്കൂല റബ്ബ്. പിന്നെ ഈ മനുഷ്യന്മാർ രണ്ടാമതൊരിക്കൽ കൂടി പടച്ചവനോട് ചോദിക്കുന്ന രംഗുണ്ട്. അതെപ്പോഴാണെന്നറിയോ? അള്ളാഹു മനുഷ്യരെ എല്ലാവരെയും അവന്റെ മക്ഷതയിൽ ഒരുമിച്ച് കൂട്ടി വിചാരണക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രംഗം സൂറത്ത് സജദയിൽ നമ്മളത് വായിച്ചിട്ടുണ്ട്, അല്ലെ? വലൗ തറാ ഇദിൽ മുജ്രിമൂന നാഖിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, പാപഭാരത്താൽ അപമാനിതരായി, പരിഹാസ്യരായി റബ്ബിന്റെ മുമ്പിൽ തലയും താഴ്ത്തി പിടിച്ച് മനുഷ്യന്മാരിങ്ങനെ നിൽക്കുത്രേ. ഈ മനുഷ്യന്മാര് ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലായിട്ടും അത് ഉൾക്കൊള്ളാതെ, അതിനുവേണ്ടി പരിശ്രമിക്കാതെ, തോന്നിയതുപോലെ ജീവിച്ച് റബ്ബിന്റെ മുമ്പിൽ എത്തിപ്പെട്ട് രണ്ടാമതൊരിക്കൽ കൂടി പടച്ചവനോട് ഒരവസരത്തിൽ കൂടി ചോദിക്കുകയാണ്. എന്താ അവരെ അവിടുന്ന് പറയുന്നത്? ആ തലയും താഴ്ത്തി പറയുന്ന ഒരു വർത്താനുണ്ട്. റബ്ബനാ റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. പടച്ചവൻ എപ്പോ ഞങ്ങൾക്കൊക്കെ ബോധ്യായി റബ്ബേ, ഒക്കെ ഇങ്ങനെ കാണുകയാണ്. മീസാന് കാണുന്നു, സിറാത്ത് കാണുന്നു, രക്ഷാശിക്ഷകൾ കാണുന്നു, ഒക്കെ കാണുകയാണ്. അന്ന് വരെ അതിനെ നിഷേധിച്ചവനായിരുന്നു. അങ്ങനെ ഒരു ജീവിതോ അതുണ്ടെങ്കിൽ അപ്പ കാണാമെന്ന നിലക്ക് ജീവിച്ചവനായിരുന്നു. പക്ഷെ പരലോകത്തെത്തിയതൊക്കെ അങ്ങനെ മുമ്പിൽ കാണുമ്പോ ആ മനുഷ്യൻ പറയുമത്രേ, റബ്ബനാ അബ്സർനാ വസമിഅനാ, പടച്ചവനെ ഇപ്പൊ ഒക്കെ കണ്ടു ബോധ്യപ്പെട്ടു. ഫർജിഅനാ നഅമൽ സ്വാലിഹൻ, പടച്ചവനെ ഒന്നിച്ച് മടക്കിത്താ, ഒരവസരം കൂടി നീത്താ. നഅമൽ സ്വാലിഹൻ, ഞങ്ങള് സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഇന്നാ മൂഖിനൂൻ, ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, നല്ല യഖീനുണ്ട്. ഇപ്പൊ ദുനിയാവിലേക്ക് ഞങ്ങൾ വിടുകയാണെങ്കിൽ, ഇപ്പൊ ദുനിയാവിലേക്ക് നീ ഞങ്ങളെ വിടുകയാണെങ്കിൽ, ഇന്നാ മൂക്കിനു, ഞങ്ങൾക്ക് ഇപ്പൊ നല്ല യഖീനുണ്ട്. ഇപ്പോ ഒരു ശക്കുമില്ല, ഒരു സംശയമില്ല, ഞങ്ങൾ നല്ലോണം നിന്നെ തൃപ്തിപ്പെടുത്തി ജീവിച്ചോളാം. അള്ളാഹ് പറയില്ല, ഇവിടെ വന്നവർക്ക് ഇനി എന്തില്ല, ഇനി ഇത് തിരിച്ചു പോക്കില്ല. പിന്നെ മൂന്നാമത്തെ രംഗം എപ്പോഴാണെന്നറിയാം? മൂന്നാമത്തെ അവസരം വിചാരണയൊക്കെ കഴിഞ്ഞ് നരകമാണ് എന്ന് വിധി എഴുതപ്പെട്ട് ആ നരകാവകാശികളെ അള്ളാഹു വലിയ ചങ്ങലകളിൽ ബന്ധിച്ച് നരകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി നിർത്തുന്ന രംഗം. നരകത്തിലേക്ക് എറിഞ്ഞിട്ടില്ല. നരകം അതിന്റെ മുഴുവൻ ഭീകരതയും നരകത്തിന്റെ മുഴുവൻ തീക്ഷ്ണതയും കണ്ണിറയെ കണ്ട് ഭയവിക്കോലരായി നിൽക്കുന്ന വേളയിലാണ് അള്ളാഹിനോട് ഒന്നുകൂടി ചോദിക്കുക, മൂന്നാമതൊരവസരത്തിൽ കൂടി. വലൗ തറാ ഇതിൽ മുജ്രിമ, പിന്നെ വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ്, ഇദ് യറൗനൽ അദാബ്, ആ അദാബ് ഇങ്ങനെ കണ്ണിൽ കാണുമ്പോൾ
കണ്ണിൽ കാണുന്നു മാത്രമല്ല, അവർക്ക് ആ സമയത്ത് ബോധ്യപ്പെടും എന്ത്? വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ. ഇല്ല, ഇനി പടച്ചോനല്ലാതെ ഞങ്ങളെ ഒരാൾക്കും ഇതൊന്ന് കഴിച്ചിലാക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുക കൂടി ചെയ്യും. അന്ന് വരെ അള്ളാഹു അല്ലാത്ത പലരെയും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. പല പ്രവാചകന്മാരെയും, പല അമ്പിയാക്കളെയും, പല ഔലിയാക്കളെയും, പല തങ്ങന്മാരെയും, പല ബീവിമാരെയും, പല തങ്ങളുപ്പാപ്പമാരെയും പലരെയും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. അവരൊക്കെ ഞങ്ങൾക്ക് പരലോകത്ത് ഞങ്ങളുടെ കൈപിടിച്ച് നരകത്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകുമെന്ന, ഞങ്ങളെ മാറ്റി സ്വർഗത്തിലേക്ക് ആനയിക്കുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അവരാരും കാണൂല. ഇത് അവരാരും കാണൂല. ഇന്ന് എല്ലാ കഴിവും അധികാരവും റബ്ബിന് മാത്രമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടും. പടച്ചോനോട് പറയും, പടച്ചോനെ ഒരവസരം കൂടി നീത്താ. കൊടുക്കോ? ഇല്ല. ആ മനുഷ്യന്മാര് ആ കത്തിയാളുന്ന നരകത്തിലേക്ക് എറിയപ്പെട്ട് അതിലിങ്ങനെ കിടന്ന് വെന്തുരുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും നാലാമതൊരു ഘട്ടമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നരകം അതാണല്ലോ. അവിടെ ഇങ്ങനെ വെന്ത് ഉരുകി, അത് കഴിഞ്ഞ് തൊലിയൊക്കെ ഉരുകി ഒലിച്ചു കഴിഞ്ഞ് അള്ളാഹു വീണ്ടും തൊലി നൽകുന്നു, അല്ലേ? ബദ്ദൽനാഹും ജുലൂദൻ. വീണ്ടും അള്ളാഹു തൊലി നൽകി. അതങ്ങനെ ആവർത്തിക്കപ്പെട്ട് ശാശ്വതമായി ശിക്ഷ അനുഭവിക്കേണ്ടുന്ന ലോകം. പ്രിയമുള്ളവരെ, ആ നരകത്തിൽ കത്തി അമർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ നാലാമതൊരിക്കൽ കൂടി അള്ളാഹിനോട് ചോദിക്കുന്നത്. വഹും യസ്തരിഖൂന ഫീഹാ. സൂറത്തു ഫാത്തിറിലെ വചനം ശ്രദ്ധിക്കണേ. സൂറത്തുൽ ഫാത്തിറിലെ വചനം. വഹും യസ്തരിഖൂന ഫീഹാ. അതിൽ കിടന്ന് അട്ടഹസിച്ചുകൊണ്ട് അവര് അള്ളാഹുവിനോട് കരഞ്ഞ് യാചിക്കുമത്രേ. റബ്ബന അഖ്രിജ്ന. പടച്ചോനെ ഒന്നിച്ച് പുറത്തുകാക്കിത്താ. നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ. ഞങ്ങൾ ചെയ്യാതെ പോയ എല്ലാ അമലും ഞങ്ങൾ ചെയ്തോളാം പടച്ചോനെ, ഒരവസരം കൂടി നീത്താ. ആ നാലാമത്തെ ഘട്ടത്തിൽ അള്ളാഹു അവരോട് തിരിച്ച് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ജുമുഅ ഖുത്ബയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം എന്ന് ഞാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നു. അള്ളാഹു നാളെ അത്തരം ആളുകളോട് ചോദിക്കുന്ന 2 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? അവലം നുഅമ്മിറുക്കും. ഒരവസരം കൂടി പടച്ചോനെ ജിത്താന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്ന മനുഷ്യന്മാരോട് അള്ള ചോദിക്കുന്ന 2 ചോദ്യങ്ങളിൽ ഒന്ന്, അവലം നുഅമ്മിറുക്കും. എന്താ മനുഷ്യന്മാരെ നിങ്ങൾ ഈ പറയണത്? നിങ്ങൾക്ക് ഞാൻ ദുനിയാവിൽ ഒരുപാട് കാലം ആയുഷ് തന്നിരുന്നില്ലേ? അവലം നുഅമ്മിറുക്കും. നിങ്ങൾക്ക് ഒരുപാട് കാലം ദുനിയാവിൽ ഞാൻ നിങ്ങൾക്ക് ആയുഷ് തന്നിരുന്നില്ലേ? അല്ലേ? എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു. നമുക്കൊക്കെ ഓരോരുത്തർക്കും എത്രയായി? 10, 15, 20, 30, 40, 50, 60, 65, 70, 80. അല്ലെ? എത്ര കാലം നമുക്ക് ദുനിയാവിൽ പടച്ചോൻ നാളേക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ആയുസ് തന്നു. അള്ളത് ചോദിക്കും. ഈ ആയുസ് അള്ള നമ്മളോട് നാളെ ചോദിക്കും അത്രേ. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. മനുഷ്യന്മാരെ, ഇതിനു വേണ്ടി ഒരുങ്ങാനുള്ള, ഈ ജീവിതത്തിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള ആയുസ് നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ലേ? നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, കുറെ അടിപിടി കൂടി, കുറെ വേണ്ടാത്ത കളികൾ കളിച്ചു, അല്ലെ? തോന്നിയതുപോലെ ജീവിച്ചു. ഇവിടെ വന്നപ്പോ ഒരു ചാൻസ് നിങ്ങൾ ചോദിക്കല്ലേ, ഇത്രയും കാലങ്ങൾ എവിടെയിരുന്നു? അവലം നുഅമ്മിറുക്കും. ഒരുപാട് കാലങ്ങൾ ഞാൻ ആയുസ് തന്നിരുന്നില്ലേ? നാളെ നമ്മളോട് ചോദിക്കും, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഇതേക്കുറിച്ച് ചിന്തിച്ച് ഇതിനു വേണ്ടി പണിയെടുക്കാനുള്ള ആയുസ് തന്നിരുന്നില്ലേ എന്ന്. നാളല്ലേ നിങ്ങൾക്കിത് ചോദിക്കാൻ എന്ന് അല്ലാഹു നാളെ നമ്മോട് ചോദിക്കും. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് അറിയോ? റബ്ബ് ചോദിക്കുക, വജാഅകുമുൻ നദീർ.
ഇതേക്കുറിച്ച് പറഞ്ഞു തരാൻ ആളുകൾ നിങ്ങളുടെ മുമ്പിൽ പലപ്പോഴായും വന്നിരുന്നില്ലേ? പടച്ചോനെ, എങ്ങനെ ഒരു ജീവിതം നേരിടാനുണ്ട് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നില്ല എന്നൊരു ഒഴിവ് കഴിവ് പറയാനുള്ള ഒരു അവസരം പടച്ചോൻ തരില്ല. അതിൻ്റെ കവാടവും അള്ളാഹു കുട്ടിയടക്കും. ഇങ്ങനെ ഒരു ജീവിതം അത് അറിഞ്ഞിരുന്നില്ല റബ്ബേ, ആരും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല എന്ന ഒഴിവ് കഴിവ് നമുക്ക് റബ്ബിന്റെ മുമ്പിൽ പറയാൻ കഴിയില്ല. മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ? ഒരുപാട് ഖുത്ബകളിലൂടെ, ക്ലാസ്സുകളിലൂടെ, വഅളുകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, പുസ്തക പേജുകളിലൂടെ ഇതേക്കുറിച്ച് കണ്ടും കേട്ടും വായിച്ചും മനസ്സിലാക്കിയിരുന്നില്ലേ നിങ്ങൾ? അതുകൊണ്ട് ഫദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക. ഈ നരകത്തിൽ എന്താണോ നിങ്ങൾക്ക് നാം ഒരുക്കി വെച്ചത് അത് നിങ്ങൾ എന്നേക്കുമായി ആസ്വദിച്ചു കൊള്ളുക. ളാലിമീങ്ങൾക്ക് ഇനി ഒരു സഹായിയുമില്ല. സഹോദരന്മാരെ, അങ്ങനെ ഒരു ജീവിതം നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട്. നാളെ ആ ചോദ്യം ചോദിക്കപ്പെടുന്ന ആളുകളിൽ, ഈ രണ്ട് ചോദ്യവും ചോദിക്കപ്പെടുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടരുത്. ആ രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക. അർഹമുർ-റാഹിമീനായ റബ്ബ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ونصلي ونسلم على أشرف الأنبياء والمرسلين وآله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ദുനിയാവിലെ നമ്മുടെ ഈ ജീവിതത്തിൽ ദുന്യവിയായ എന്തൊരു കാര്യത്തിലും വല്ല വീഴ്ചയോ പരാജയമോ നഷ്ടമോ കുറവ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഓവർകം ചെയ്യാനുള്ള, അതിനെയൊക്കെ മറികടക്കാനുള്ള അവസരങ്ങളും ചാൻസുകളും നമുക്ക് എമ്പാടും കിട്ടും, ഉണ്ട് അല്ലേ? എൻ്റെ മുമ്പിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞാൽ, അല്ലെങ്കിൽ പഠിക്കുന്ന കോഴ്സ് അത് പൂർത്തിയാക്കാൻ കഴിയാതെ എന്തെങ്കിലും കാരണത്താൽ നഷ്ടപ്പെട്ടാൽ, ഫെയിൽഡായി കഴിഞ്ഞാൽ അല്ലേ, അത് വീണ്ടെടുക്കാനുള്ള അവസരം ദുനിയാവിലുണ്ട്. പരീക്ഷകളായി, ഇംപ്രൂവ്മെന്റ് ടെസ്റ്റുകളായി, മറ്റു പല പേരുകളിലായി ആ വിഷയം നമുക്ക് കൂടുതൽ മാർക്കോടെ നമുക്കൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന അവസരമുണ്ട്, ചാൻസ് ഉണ്ട്. ഇനി കുട്ടികളെ കൂടി, മുതിർന്നവരായ നമ്മൾ എന്തൊക്കെ കച്ചവടങ്ങൾ നമ്മൾ നടത്തുന്നു, എന്തൊക്കെ ഇടപാടുകൾ നമ്മൾ നടത്തുന്നു. ഒരു കച്ചവടത്തിൽ, ഒരു ഇടപാടിൽ വലിയ നഷ്ടം വന്നു, വലിയ തകർച്ച സംഭവിച്ചു അല്ലേ? അടുത്ത കച്ചവടത്തിൽ ഈ വന്ന നഷ്ടത്തിന്റെ എത്രയോ മടങ്ങ് ലാഭം അള്ളാഹു നമുക്ക് അടുത്ത കച്ചവടത്തിൽ വേറെ തന്നേക്കാം അല്ലേ? അള്ളാഹു വാസിഉൻ അലീം. ഒരിക്കൽ ചെയ്ത കൃഷി അത് എന്തോ കാരണം അത് നശിച്ചുപോയി, അല്ലെങ്കിൽ അത് പരാജയത്തിലായി, നഷ്ടത്തിലായി. അടുത്ത കൃഷിയിൽ അള്ളാഹു ഈ വന്ന നഷ്ടത്തെക്കാൾ വലിയ ലാഭം അടുത്ത പരിശ്രമത്തിൽ അള്ളാഹു തന്നേക്കാം. ഇങ്ങനെ ദുനിയാവിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ ഒരു വീഴ്ചയോ, ഒരു കുറവോ, ഒരു നഷ്ടമോ, ഒരു അപാകതയോ വന്നാൽ അതിനെയൊക്കെ മറികടക്കാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്, അള്ളാഹു തന്നേക്കും. പക്ഷെ ജീവിതമാകുന്ന ഈ ഒരു പരീക്ഷണം, ഈ ഒരു യാത്ര, ഒറ്റ അവസരമേ ഉള്ളൂ അല്ലേ? പരീക്ഷാ ഹാളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, അവസാനത്തെ വെല്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ അയക്കൂല ടീച്ചർമാര്, പരീക്ഷ എഴുതാൻ അയക്കൂല, കഴിഞ്ഞു അല്ലേ? മരണം നമ്മുടെ തൊണ്ടക്കുഴിയിൽ എത്തേന്ന അതുവരെ നമ്മുടെ ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ അല്ലാഹു സ്വീകരിക്കും. എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ണു തുറക്കും. പടച്ചോനെ കഴിഞ്ഞല്ലോ എന്ന ആ ബോധം, ആ തിരിച്ചറിവ് അപ്പോഴാണ് ഉണ്ടാവുക. അതുവരെ ഒരാളോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്നവനായിരുന്നു. അപ്പോഴാ ബോധോദയം ഉണ്ടാവുക. അപ്പൊ ബോധോദയം ഉണ്ടായിട്ട് കാര്യമുണ്ടോ അല്ലെ? ഫിർഔൻ വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോഴാണ്
ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വെക്കുന്നത്. പഠിച്ചോ ചോദിക്കുന്നുണ്ട്, ഫിറൗനെ ഇപ്പോഴാണോ എനിക്ക് ബോധ്യം വന്നത്? അപ്പൊ ആ ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ജീവിതത്തെ ക്രമീകരിക്കുക. ശാശ്വതമായ ജീവിതം മരണാനന്തരമാണ്. ആ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുക. അള്ളാഹു ഏതൊരു സന്ദർഭത്തിൽ മരണപ്പെടേണ്ടി വന്നാലും ഈമാനോടെ ഇഖ്ലാസോടെ മരിക്കാൻ കഴിയുന്ന, അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ വഫാത്താവാൻ കഴിയുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അർഹമർ റഹീമീനായ റബ്ബ് നമുക്കെല്ലാവർക്കും പുറത്തുമാപ്പാക്കി തീരുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൂടുതൽ കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഒക്കെയുള്ള കഴിവും അറിവും ഇഖ്ലാസും തൻ്റെ ഇടവും ധൈര്യവും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പല നിലക്കും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. രോഗം കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട്, മറ്റ് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. അർഹമർ റഹീമീനായ റബ്ബ് അവരുടെ പ്രയാസങ്ങളെല്ലാം അവർക്ക് ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ, ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീനിലെ ഗാസയിലടക്കമുള്ള നമ്മുടെ സഹോദരന്മാർ ഒരിറ്റ് വെള്ളത്തിനായി, ഒരിറ്റ് ശുദ്ധവായുവിനായി അവർ പ്രയാസം അനുഭവിക്കുന്നു. അർഹമർ റഹീമീനായ റബ്ബേ, അവർക്കെതിരെ തിരിയുന്ന മുഴുവൻ കൈകളെയും നീ നശിപ്പിച്ചു കളയണമേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവർക്ക് നീ എല്ലാ അർത്ഥത്തിലുമുള്ള സുരക്ഷയും നിർഭയത്വവും റബ്ബേ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ നേരത്തെ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഇടതുണകൾ അർഹമർ റഹീമീനായ റബ്ബേ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കുകയും അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണം യാ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المسلمين في فلسطين. اللهم انصر اخواننا المسلمين في جميع انحاء العالم يا رب العالمين. اللهم توفنا مسلمين والحقنا بالصالحين. اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا دعاءنا واعمالنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.